മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ മകൾ താമസിക്കുന്ന വീട്ടിൽ ED ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയപ്പോൾ റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എല്ലാ മലയാളികളും കണ്ട കാഴ്ചയാണ്. തങ്ങളുടെ ജോലി കൃത്യമായി ചെയ്ത് പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ അക്രമാസക്തമായി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ എല്ലാവരും എല്ലാ മാധ്യമങ്ങളിലൂടെയും അത് ലൈവായി കണ്ടുകൊണ്ടിരുന്നത്. ഏതായാലും ഇവിടെ സമരം ചെയ്യുന്ന അണികളെല്ലാം കരുതിയത് സാധാരണ ഇവിടെ സമരം ഉണ്ടാകുമ്പോൾ പോലീസുകാർക്ക് നേരെ തട്ടിക്കയറുകയും അവരെ ആക്രമിക്കാൻ പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതങ്ങ് തേഞ്ഞു മാഞ്ഞ് അതങ്ങ് പോകുമെന്ന് കരുതിയെടുത്താണ് തെറ്റുപറ്റിയത്. കാരണം ഉപദ്രവിച്ചിരിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയാണ്. അതുകൊണ്ട് കിട്ടിയ അടിയും അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് പോകട്ടെ, ക്ഷമിക്കാമെന്ന് പറഞ്ഞ് പോകുമെന്ന് കരുതിയെടുത്ത് അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ 50 ദിവസത്തോളമായി ഇതുവരെയായിട്ടും അന്ന് അറസ്റ്റിലായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ജയിലിൽ കഴിയുകയാണ്. ഏതായാലും ഇപ്പോൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കഴിഞ്ഞ 50 ദിവസമായി ജയിലിൽ കഴിയുകയാണ് CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു. കടുത്ത പ്രമേഹ രോഗബാധിതനായി കാലുകളിൽ മരവിപ്പ് ബാധിച്ച അവസ്ഥയിലാണ് ബിനു എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ ഇയാളെ വിലങ്ങണിയിച്ച് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ബിനു മുട്ടെറിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് IP ബിനുവിനെ പിടികൂടണമെന്ന ആവശ്യം ശക്തമായത്. ഇയാൾ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തതായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ IP ബിനു ഗുണ്ട ആക്ട് കേസിലോ പിടിച്ചുപറി കേസിലോ സ്ത്രീ പീഡന കേസിലോ പ്രതിയല്ല, ഒരു രാഷ്ട്രീയ കേസിലെ പ്രതി മാത്രമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് CPM. പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടിയാണ് IP ബിനു അടക്കമുള്ളവർ കഴിഞ്ഞ 2 മാസമായിട്ട് ജയിലിൽ കിടക്കുന്നത് എന്നതാണ് സത്യം. മാസപ്പടി വാങ്ങിയ വീണയെ സംരക്ഷിക്കാൻ ജയിലിൽ കിടക്കുന്ന സഖാക്കളെ പരിഹസിച്ചുകൊണ്ട് യുവരാജ് ഗോകുൽ അടക്കം രംഗത്ത് വന്നിരുന്നു. വീണ വിജയന് വേണ്ടി പോരാടി ജയിലിൽ 50 ദിവസം പിന്നിടുന്ന IP ബിനു. വീണ സുഖമായി AC റൂമിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങുന്നു എന്നായിരുന്നു യുവരാജിന്റെ കമന്റ്. IP ബിനുവിന്റെ അവസ്ഥയെക്കുറിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഹരി തമ്പായി പങ്കുവച്ച ഒരു Facebook പോസ്റ്റും വലിയ ശ്രദ്ധ നേടിയിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്. കഥ: തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാവിധ ഗുണ്ടാ വർക്കുകളും ചെയ്തു കൊടുത്ത് നടന്നിരുന്ന വലിയ ആളായിരുന്നു IP ബിനു. ബിനു അറിയാതെ തിരുവനന്തപുരത്ത് ഒരു ഇല പറക്കില്ല, മണൽ തരി അനങ്ങില്ല. എന്തും ഏതും ബിനു അറിയും, ബിനു തീർപ്പാക്കും. അങ്ങനെയിരിക്കെ പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി ശ്രദ്ധിക്കണം. പിണറായി വിജയന് വേണ്ടിയല്ല, പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി ഈ ബിനുവും ടീമും ED ഉദ്യോഗസ്ഥരെ തടഞ്ഞു, മർദ്ദിച്ചു, അവരുടെ വണ്ടിക്ക് നേരെ മുട്ടയെറിഞ്ഞു. കഥ കഴിഞ്ഞു. NB പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് കാലിന് ഗുരുതര പ്രശ്നങ്ങളുണ്ട് എന്ന് കാണിച്ച് ബിനുവിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന രംഗമാണിത്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. അതായത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ആളുടെ മകൾക്ക് വേണ്ടി ED ഉദ്യോഗസ്ഥർ അവരുടെ വീട്ടിൽ വന്ന് അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുകയാണ്. റെയ്ഡ് നടത്തുമ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ജയിലിൽ പോയി കിടക്കുന്നത്. സാധാരണ പോലെ ED റെയ്ഡൊക്കെ തന്നെ എല്ലായിടത്തും നടക്കുന്നതാണ്. കൃത്യമായിട്ട് അവർ വരുന്നു, അവരുടെ ജോലി ചെയ്യുന്നു, പോകുന്നു. അവരെയൊക്കെ തന്നെ ഇത്തരത്തിൽ വഴി തടയാനും ആക്രമിക്കാനും നിന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും സ്ഥിതി എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ ജയിലിൽ കഴിയുന്ന ഈ നേതാക്കൾ. ഈ പോസ്റ്റിന് താഴെ നിരവധി ആളുകളാണ് കമന്റ് പങ്കുവയ്ക്കുന്നത്. ചില കമന്റുകൾ വായിക്കാം. ഇപ്പോഴെങ്കിലും ആലോചിച്ചാൽ മതിയെന്നും ഇതൊക്കെ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി അനുഭവിക്കുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ഇവനോടൊക്കെ സഹതാപം തോന്നുന്നു. വിജയനും മകളും ഇപ്പോഴും നല്ല സുഖലോലുപരായി വീട്ടിൽ കുടുംബത്തോടൊപ്പം ഉറങ്ങുന്നു. ഇവനോ? ഇതാണ് ഒരു കമന്റ്. മറ്റൊരു കമന്റ്: ഇനി അവൻ ഒരു കാക്കയെ പോലും അറിയില്ല. പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബോംബെറിഞ്ഞതും വാരിക്കുന്നം കൊണ്ട് പോരാടിയതും ജയിലിൽ കിടന്ന കഥയും ഒക്കെ പറയാനുണ്ടായിരുന്നു. ഇപ്പോൾ ചീമുട്ടെറിഞ്ഞ് ജയിലിൽ പോയ കഥ. 2026 മെയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഹൈക്കോടതി അനുമതിയോടെ നടത്തിയ റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങുകയായിരുന്ന ED സംഘത്തിന്റെ വാഹനങ്ങൾ തകർക്കുകയും ഉദ്യോഗസ്ഥരെ കല്ലെറിയുകയും ചെയ്യുകയായിരുന്നു. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ആക്രമണം നടന്നതെന്ന് ED കോടതിയിൽ വാദിച്ചു. എന്നാൽ പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് അക്രമത്തിന് കാരണമെന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് സ്ഥലത്തെത്തിയതെന്നാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. ED പോലെയുള്ള ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് നേരെയുണ്ടായ അക്രമം അതീവ ഗൗരവമുള്ളതാണെന്ന് കോടതി പോലും നിരീക്ഷിച്ചു. പ്രതികളെ ജാമ്യത്തിൽ വിട്ടാൽ ED ഉദ്യോഗസ്ഥരുടെ ജീവന് ഭീഷണിയാകുമെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം സെഷൻസ് കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷകൾ പലതവണ തള്ളിയിരുന്നു.
തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി കേസ് പരിഗണിക്കുന്നത് ജൂലൈ 20-ലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ നിലവിലെ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ഗീന കുമാരിയും സർക്കാർ പദവിയിൽ നിന്ന് ഒഴിവാക്കുകയും പകരം അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ AR ഷാജിക്ക് ചുമതല നൽകുകയും ചെയ്തിരുന്നു. കേസിന്റെ സുഗമമായ അന്വേഷണത്തിനായി അന്വേഷണ ചുമതല അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറുകയും ദൃശ്യങ്ങൾ പരിശോധിച്ച് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് അതീവ ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. കേന്ദ്ര ഏജൻസിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിനാലും ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തുന്നതിനാലും കഠിനമായ ശിക്ഷാ നടപടികളാണ് പ്രതികൾ നേരിടേണ്ടി വരിക. പൊതുസേവകരുടെ, അതായത് പബ്ലിക് സർവൻസിന്റെ ജോലി തടസ്സപ്പെടുത്തിയതിനും പരിക്കേൽപ്പിച്ചതിനും ഭാരതീയ ന്യായ സംഹിത പ്രകാരം കർശനമായ വകുപ്പുകൾ ചുമത്തും. ഈ വകുപ്പുകൾ പ്രകാരം അറസ്റ്റിലാകുന്ന പ്രതികൾക്ക് സബ് കോടതികളിൽ നിന്നോ ജില്ലാ കോടതികളിൽ നിന്നോ എളുപ്പത്തിൽ ജാമ്യം ലഭിക്കില്ല. പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിന് ഇഡി കോടതികളിൽ ശക്തമായി എതിർക്കും. കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ച് ഇഡി ഉദ്യോഗസ്ഥർ നേരിട്ട് ഉന്നത കോടതികളെ സമീപിക്കും. കേന്ദ്ര സുരക്ഷ ഉറപ്പാക്കൽ, പ്രാദേശിക പോലീസിന്റെ സംരക്ഷണം പോരാ എന്ന് തോന്നിയാൽ റെയ്ഡുകൾക്കും അന്വേഷണങ്ങൾക്കുമായി ഇഡിക്ക് CRPF അല്ലെങ്കിൽ BSF പോലുള്ള കേന്ദ്ര സേനകളുടെ കവചം കേന്ദ്ര സർക്കാർ നേരിട്ട് ലഭ്യമാക്കും. ഇനി കുറ്റം തെളിയിക്കപ്പെട്ടാൽ വർഷങ്ങളോളം നീളുന്ന കഠിന തടവും വൻ തുക പിഴയും ഒടുക്കേണ്ടി വരും. കേസിൽ പ്രതികളാകുന്ന സർക്കാർ ജീവനക്കാരുണ്ടെങ്കിൽ അവർ ഉടനടി സസ്പെൻഷനിലാവുകയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യും. ഇത്തരം ഗുരുതരമായ കേസുകളിൽ ഉൾപ്പെടുന്നവരുടെ പാസ്പോർട്ട് കോടതികൾ കണ്ടുകെട്ടുകയോ അല്ലെങ്കിൽ വിദേശയാത്രകൾ പൂർണ്ണമായി വിലക്കുകയോ ചെയ്യും. കേന്ദ്ര ഏജൻസികൾക്ക് നേരെയുള്ള ആക്രമണം ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയാകുകയും പ്രതികൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യും. അതായത് ചെറിയ കാര്യമല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് മാസപ്പടി കേസിൽ പ്രതിസ്ഥാനത്തുള്ള വീണ വിജയൻ വീണ്ടും ഇഡി ഓഫീസിലെത്തിയപ്പോൾ അതിന് പുറത്ത് യാതൊരു തരത്തിലുള്ള ഒരു സംഘർഷമോ ഒരു പ്രതിഷേധമോ കാണാതിരുന്നത്. ഒരു തവണ നടത്തിയതിൻ്റെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ എളുപ്പത്തിലൊന്നും പുറത്തിറങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളല്ല ചെയ്തിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെയാണ് ഇത്തരത്തിൽ നോപ്പിച്ചു വിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ തക്കതായിട്ടുള്ള നിയമ നടപടികളുടെ വഴിയിലൂടെ തന്നെയാണ് ഇഡി പോയിക്കൊണ്ടിരിക്കുന്നത്.